ഡേ 1 തൊട്ടാണ് അനീഷ് ഗെയിം തുടങ്ങിയത്. ഡേ 1 തൊട്ട് ഡേ 100 വരെ ഒരേ നിപ്പ്, ഒരേ സ്റ്റാൻഡേർഡാണ് അനീഷിന്. ഗായ്സ്, അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അനുമോൾ കപ്പടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. എൻ്റെ ആഗ്രഹം നമ്മുടെ അനീഷ്, കോമഡറായ അനീഷ് കപ്പടിക്കണമെന്നായിരുന്നു. കാരണം ഈ അനുമോളുടെ പി ആറും അതേപോലെ തന്നെ പി ആർന്ന് പറയാതെ പി ആറിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന കുറേ ചാനൽസും കാരണമാണ് എനിക്ക് അനീഷ് കപ്പടിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നത്. അതുമാത്രമല്ല, അനുമോളെക്കാളും 100% ഡിസേർവിങ് ആണ് അനീഷ് കപ്പടിക്കാൻ വേണ്ടി. കാരണം നിങ്ങൾ തന്നെ അവരുടെ ഗെയിമുകളൊന്ന് നോക്ക്. അനുമോൾ കളിക്കാത്ത കളികളില്ല. എന്തൊക്കെ അപരാധങ്ങളാണ് അനുമോൾ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ തുടക്കം തൊട്ടുള്ള നോക്കുക, അല്ലാണ്ട് അവസാനത്തെ ആഴ്ചയുടെ മാത്രമല്ല. അവസാനത്തെ ആഴ്ചയിൽ കറക്റ്റാണ്, എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്താണ് കളിച്ചത്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഡേ 1 തൊട്ടല്ലേ തുടങ്ങുന്നത്. ഡേ 1 തൊട്ട് 100 ഡേയ്സ് വരെ നോക്ക്, അനുമോൾ ചെയ്യാത്ത തെണ്ടിത്തരങ്ങളില്ല. പക്ഷേ അനീഷിൻ്റെ ഗെയിമും കൂടെ നോക്ക്. അനീഷ് ഇതുവരെ ആരുടെയും പുറകിൽ കുത്താൻ പോയിട്ടില്ല, ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല, വെറുപ്പിക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ പോയിട്ടില്ല. ആകെ ഒരു തെറ്റ് ചെയ്തത് അനുമോൾ ഒരു ഇഷ്ടം പറഞ്ഞ് അതെല്ലാവരും ഗെയിമായിട്ട് അങ്ങ് കൂട്ടി. ഞാൻ ഒരിക്കലും പറയത്തില്ല ആ ഒരു കാരണം കൊണ്ട് അനീഷ് അങ്ങ് വല്ലാണ്ട് നെഗറ്റീവായെന്ന്. ഒരിക്കലും ഇല്ല. അനീഷിൻ്റെ ഗെയിമിൻ്റെ അത്രയും വേറെ ആരുടെയും ഗെയിം അടുത്ത് വന്നിട്ടില്ല. ഡേ 1 തൊട്ടാണ് അനീഷ് ഗെയിം തുടങ്ങിയത്. ഡേ 1 തൊട്ട് ഡേ 100 വരെ ഒരേ നിപ്പ്, ഒരേ സ്റ്റാൻഡേർഡാണ് അനീഷിന്. പക്ഷെ അനുമോൾക്ക് അങ്ങനെയല്ല. അനുമോൾക്ക് പല സ്റ്റാൻഡുകൾ ഉണ്ടായിട്ടുണ്ട്, പല തെണ്ടിത്തര ഗെയിമുകളും കളിച്ചിട്ടുണ്ട്, വൃത്തിയായിട്ട കണ്ടന്റ് ഇറക്കിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം പോട്ടെ, പുറത്ത് അനുമോളുടെ പി ആറുകളോ, അഖിൽമാരാറാണേലും അതുൽ വ്ളോഗ്സ് ആണെങ്കിലും സമ്മർ മീഡിയ ആണെങ്കിലും ഇവരെല്ലാവരും നല്ലപോലെ വെളുപ്പീരാണ്. വെളുപ്പീരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെളുപ്പീര്. ശരിക്കും അറിയാൻ പാടില്ലാത്ത നിങ്ങളുടെ യൂട്യൂബ് ചാനൽസ് നോക്ക്, എത്ര യൂട്യൂബ് ചാനൽസ് ഉണ്ട് അനുമോൾ ഇട്ട് വെളുപ്പിക്കുന്നത്. നിങ്ങൾ അവസാനത്തെ ആ ഒരു വീക്ക് നോക്കിയാൽ മതി, അവരിറക്കുന്ന എല്ലാ കണ്ടന്റും അനുമോളെ വെളുപ്പിക്കുന്നതാണ്. അതിൻ്റെ എല്ലാത്തിനും റിസൾട്ടാണ് നമ്മളിത് ഇന്നലെ കണ്ടിരിക്കുന്നത്. അനുമോൾ കപ്പടിച്ചു പറയുന്നത്. അനുമോൾ ഒരു വാരിയറാണ്, ട്രൂ വാരിയർ. എങ്ങനെ വാരിയർ ആവാനാ? വാരിയർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിലും തളരാതെ നിൽക്കണം, പതറാതെ നിൽക്കണം. അതാണ് ഒരു ട്രൂ വാരിയർ. നിങ്ങൾ ഡേ 1 തൊട്ട് നോക്ക്, അനീഷ് ഒറ്റയ്ക്കാണ് നിന്നത്. ഇടയ്ക്ക് ഷാനവാസിൻ്റെ ഒരു കോംബോ വന്നാലും അത് അനീഷിനെ നെഗറ്റീവ് ആക്കുവോ പോസിറ്റീവ് ആക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. അനീഷിനെ ഇൻഫ്ലുവൻസ് പോലും ചെയ്തിട്ടില്ല. പക്ഷേ അനുമോൾ അങ്ങനെയല്ല. അനുമോൾക്ക് ആദ്യമേ ശൈത്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ആദില, നൂറ. അവസാനത്തെ വീക്ക് മാത്രമാണ് അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചത്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ കിടന്ന് വൈറ്റ് വാഷ് അടിക്കുന്നത്, അനുമോൾ ട്രൂ വാരിയറാന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ അനുമോളുടെ ഈ ഒരു ജയത്തിൻ്റെ പിന്നിൽ പി ആറിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലെന്ന്? നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും പി ആറിൻ്റെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതിനകത്ത്. അനുമോളുടെ പി ആർ ഇല്ലേ, അതാ വിനു എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും നിന്നും പണിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഇത്രയും കോടികളൊക്കെ ചിലവാക്കി ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്? വരുന്ന ആൾക്കാർ ഒരു 10-20 ലക്ഷം രൂപ ഈ വിനുവിനങ്ങ് കൊടുക്കുക, ജയിക്കുക. ഇതല്ലേ കഴിഞ്ഞ സീസൺ ജിൻഡോ, ഈ സീസൺ അനുമോള്. നിങ്ങൾ തന്നെ നോക്ക്, ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റന്റിന് ഈസി അല്ലേ? ആർക്കാണോ ജയിക്കേണ്ടത് അവർ 20 ലക്ഷം രൂപ കൊണ്ട് വിനുവിന് കൊടുക്കുക. എന്തായാലും ഇവർ രണ്ട് ജയിച്ച കാരണം 20 ലക്ഷം അറിയത്തില്ല, അതിലും കൂടും വിനുവിൻ്റെ പ്രൈസിന്. അപ്പം ആ പ്രൈസ് കൊണ്ട് വിനുവിന് കൊടുക്കുക, അവിടെ പോയി ഇരിക്കുക, കുറച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കുക, വിനു ജയിപ്പിച്ചോളും. ഇങ്ങനെ ഗെയിം നടക്കുന്നെങ്കിൽ വെറുതെ എന്തിനാ പ്രേക്ഷകർ ഇവിടെ നിൽക്കുന്നത്? ഈ ഒരു ഫോർമാറ്റേ മാറണം, കംപ്ലീറ്റ്ലി മാറണം. ഈ ഒരു വിശ്വാസം എല്ലാവർക്കും വന്ന് പൈസ കൊടുത്താൽ അല്ലെങ്കിൽ പി ആർ കൊടുത്താൽ ജയിക്കത്തുള്ളൂ എന്നൊരു ഒരു വിശ്വാസം വന്ന് എല്ലാവർക്കും. പിന്നെ എല്ലാവരും അതേ ചെയ്തിട്ടേ വരത്തുള്ളൂ. ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്താലേ മതിയാവത്തുള്ളൂ. സോ എന്തായാലും അനുമോൾ കപ്പടിച്ചു, കൺഗ്രാജുലേഷൻ ടു ഹർ. സീസൺ തുടങ്ങിയപ്പോൾ തൊട്ടേ അനുമോൾ ഒരു അനീഷ് അത് ഉറപ്പിച്ചു വെച്ചേക്കുമായിരുന്നു. അനുമോൾ കപ്പ് കൊണ്ടുപോയി, കൊള്ളാം, അത് അനുമോളുടെ വിജയം. ഐ ആം ഹാപ്പി ഫോർ ഹെർ. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അനീഷായിരുന്നു ഒരു ട്രൂ വിന്നർ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്.